ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്നൊരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതാ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനൊക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. വെളിച്ചെണ്ണയിലോ ഓയിലിലോ സൺഫ്ലവർ ഓയിൽ ഏതാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ഓയിൽ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് രണ്ട് ഭാഗം ഒന്ന് കളറൊക്കെ ഒന്ന് മാറുന്ന രൂപത്തിൽ ഒരു ഡീപ്പ് ഫ്രൈ ആക്കാണ്ട് ഒരു ഹാഫ് ഫ്രൈ ആക്കിയിട്ട് കോരി എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇവിടെ കിടന്നിട്ട് ഫ്രൈ ആവട്ടെ. ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കോരിയെടുക്കാം. ഇത് മോൻ്റെ 1ാം ക്ലാസ്സിലത്തെ സ്നാക്സ് പാത്രം കേട്ടോ. ഞാനിത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല, സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടേ. അപ്പം ഇനി ഇത് മുഴുവനായിട്ടൊന്ന് കോരിയെടുത്തതിന് ശേഷം സെക്കൻഡ് ട്രിപ്പും കൂടി നമുക്ക് ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അപ്പം എങ്കിലേ ഞാൻ എങ്ങനെയാണ് ഒരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടൊന്നും കാണാണ്ട് സ്ലോയിലൊക്കെ ഇട്ടിട്ട് കാണട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ബാച്ചും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും ഞാനൊരു പാന് മറ്റ് സ്റ്റൗവിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായപ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അല്പം ഉള്ളി, സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുത്ത് കോരി വെച്ചതിന് ശേഷം ആ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുള്ള ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോരിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഏകദേശമൊക്കെ ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിലുള്ള ചെമ്മീൻ എടുത്തതിന് ശേഷം ഫ്രൈ ആക്കി കൂട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ചെമ്മീനോട് നന്നായിട്ട് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഗോൾഡിഷ് കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ സവാള കോരിയെടുക്കട്ടോ. ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ബിരിയാണിയിലൊക്കെ ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ ഈ ഒരു ഓയിലിൽ നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കണം. സവാള മുഴുവനായിട്ട് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഒന്ന് സിമ്മിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലെയിം. അപ്പോൾ നമ്മുടെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള റൈസിനുള്ള ചെമ്മീനായിട്ടത് ബാക്കി അവിടെ കിടന്നിട്ട് മൊരിയട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആക്കി തന്നെ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലോട്ട് പെലീസ്, അതുപോലെ പട്ട, ഗ്രാമ്പൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്ക് അതിലോട്ട് മസാലയ്ക്ക് ആവശ്യമുള്ള 2 വലിയ സവാള അരിഞ്ഞത് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അതിലോട്ട് അല്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ലൊരു കളറായിട്ട് കാണാൻ. ഇനി ഇതിലോട്ട് കളറിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ തക്കാളി, പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ട് വീഡിയോ. സാധാരണ ബിരിയാണിയുടെ മസാലയൊക്കെ തന്നെ കേട്ടോ ഇതിനും. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് പൗഡറായിട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ഗരം മസാല ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു അളവ് വെച്ചിട്ട് ഇട്ടെടുത്തതാണ്. ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂണൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. കറിവേപ്പില കൂടി ഇട്ടെടുത്തതിന് ശേഷം നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലോട്ട് അല്പം ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അല്പം തൈര് കൂടി. അപ്പോൾ തൈര് കുറവായതുകൊണ്ടാണ് ഈ ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചെടുത്താൽ മതി. പിന്നെ കയ്യിൽ 2ഉം കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2ഉം കൂടെ മിക്സാക്കി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലോട്ടുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ 3.5 കപ്പ് അരിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു 5.5 കപ്പോളം വെള്ളം ആവശ്യമുണ്ടാവും. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് അതിലോട്ട് കുറച്ച് കാഷ്നട്ട്, കിസ്മിസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കിയിട്ട്
ഒന്നുകൂടി കോരി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ സവാള ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ മറന്നു കേട്ടോ. പിന്നീട് അല്പം കറിവേപ്പില കൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുത്ത് കോരി വെക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പു, ഏലക്ക, അതുപോലെ പട്ട, കറുവപ്പട്ട കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് 2 ബേ ലീവ്സ് കൂടി ഇട്ടതിന് ശേഷം ഒരു അര സവോള കൂടി ആഡ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. നമ്മുടെ ആ റൈസ് ഒന്ന് നെയ്ച്ചോറ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. കഴുകി വെച്ചിട്ടുള്ള അരിയൊക്കെ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് നേരെ പാനിലോട്ട് കൊട്ടി കൊടുക്കട്ടെ. അപ്പോൾ ഈ അരി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോഴേക്കും ഞാൻ മറ്റൊരു പാനിലോട്ട് 5.5 കപ്പ് വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് അതിലോട്ട് അരി ഇട്ട് കൊടുക്കല്ലേ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഞാൻ അതല്ല, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് മറ്റൊരു പാനിലോട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലോട്ട് അല്പം ചെറുനാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇട്ടെടുക്കാതെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2.25 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പില്ലെങ്കിൽ പോരെങ്കിൽ ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇത്രയും കൂടെ ആയാൽ വെള്ളം ഇവിടെ കിടന്ന് തിളച്ചതിന് ശേഷം ഇതിലോട്ട് നേരെ നമ്മുടെ ഈ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, അരിക്ക് മുകളിലൂടെ. അപ്പോൾ അത് കറക്റ്റ് അളവാണ്. അപ്പോൾ അരി എടുക്കുമ്പോൾ അതിനനുസരിച്ച് എടുക്കുക. ഓക്കെ, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള നിലക്ക് നമ്മൾ വെള്ളം അളന്നെടുക്കുക കേട്ടോ. വെള്ളം കൂടി പോകാനും പാടില്ല. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്കാവുന്നവരെ വെക്കാം കേട്ടോ. അതിവിടെ സെറ്റ് ആവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഇതാ അടിപൊളിയായിട്ട് കിട്ടി. നമ്മൾ ചോറൊന്നും തമ്മ ഒട്ടുകയൊന്നും ചെയ്തിട്ടില്ല, ഓവർ കുക്കായിട്ടുമില്ല, പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് മറിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോറ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മസാലയിലോട്ട് അല്പം ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒനിയൻ, അതുപോലെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, കറിവേപ്പില ഒക്കെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം ഈ റൈസ് ഇങ്ങനെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് മുകളിലൂടെ ഇതുപോലെ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒന്നിൽ കൂടുതൽ ലെയറുകൾ ചെയ്യുമ്പോൾ മസാല കോരി വെക്കണമെന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മുടെ ഈ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുകളിൽ അല്പം നെയ്യ്, അതുപോലെ പാലിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടൊന്ന് കളറിന് വേണ്ടിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൈനാപ്പിൾ എസൻസ്, ഇതൊക്കെ ഓപ്ഷനിലാട്ടോ. കിട്ടാൻ ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മുകളിൽ അല്പം ചപ്പ് പുതിന അരിഞ്ഞു കൊടുത്തതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ദം ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ബിരിയാണി പോട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ബിരിയാണി പോട്ട് അതിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നീരാവിയൊക്കെ ഈ ഒരു അടപ്പിലോട്ട് കയറണം കേട്ടോ. അങ്ങനെ നീരാവി ഇതുപോലെ ആയിട്ട് നിറഞ്ഞ് നിൽക്കണം, എങ്കിലേ നമ്മുടെ ദമ്മ് സെറ്റായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ ഇവിടെയൊക്കെ നീരാവി നിറയെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ സെറ്റായി എന്നർത്ഥം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ ബിരിയാണി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഒരു തവ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു പാത്രത്തിലോട്ട് മുകളിൽ നിന്നൊക്കെ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാല ചോറൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അടിയിലാട്ട മസാല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയതാ ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.